വേണുഗോപാലാണ് എറണാകുളത്ത് നിന്നും. ശ്രീ വേണുഗോപാൽ, താങ്കൾ എങ്ങനെയാണ് ആ കോടതി വിധിയെ വിലയിരുത്തുന്നത്? ഞാൻ പറയുന്നത് ഈ കോടതി വിധി പറഞ്ഞോളൂ. ഈ കോടതി വിധിയെ കേരളം അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഈ കോടതി വിധിയെ കേരളത്തിലുള്ള ഒരുവിധം മുഴുവൻ ആൾക്കാരും അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും അഭിപ്രായ സർവേയോടെ നടത്തി നോക്കിയിട്ടുണ്ടോ? എല്ലാം ഈ കേരളത്തിൽ ഈ കേസ് ഉണ്ടായ പോലെ ഒരുപാട് ആളുകൾ ദിലീപിനെ അനുകൂലിച്ച് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ദിലീപ് അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കോടതി പരമാർത്ഥം കണ്ടുപിടിച്ചു, അതൊരു വിധിയായിട്ട് വന്നു. എന്നിട്ടും ഇവിടുത്തെ ചാനലുകാർക്ക് യാതൊരു തൃപ്തിയായിട്ടില്ല. വീണ്ടും വീണ്ടും അങ്ങേരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേരെ എന്റെ അഭിപ്രായത്തിൽ തിരിച്ചൊരു കേസ് കൊടുത്ത് ഇതിന്റെ പുറകെയുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം യാതൊരു കാരണമില്ലാതെ അങ്ങനെ കേസ് കൊടുക്കട്ടെ. അദ്ദേഹം കേസ് കൊടുത്ത് അതിന്റെ പുറത്ത് ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചനയൊക്കെ പുറത്ത് കൊണ്ടുവരട്ടെ. നാളെ വിധി വരുമ്പോ എന്റെ അഭിപ്രായത്തിൽ ആ വിധിയിൽ തന്നെ കാണും. ഇങ്ങനെ നിരപരാധിയായ ഒരാളെ ഈ പോലീസുകാരെ പീഡിപ്പിച്ച് പ്രതിയാക്കിയ കാര്യം എന്റെ അഭിപ്രായത്തിൽ ആ വിധിയിൽ തന്നെ കാണും. അത് നോക്കാം. താങ്കൾ പറയുന്നത് ദിലീപിനെ ആളുകൾ വേട്ടയാടുകയാണ് എന്നാണോ? തീർച്ചയായിട്ടും. ഇവിടെ ഒരു ചാനലുണ്ട്, 24 ചോദിച്ചല്ലോ. താങ്കൾ കേരളത്തിലെ സോഷ്യൽ മീഡിയ എടുത്താലും കേരളത്തിലെ പൊതുനിരത്തിൽ തന്നെ പരസ്യമായ ആളുകൾ പ്രതികരണവുമായി വരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വിധിക്കെതിരെ സാധാരണഗതിയിൽ അങ്ങനെ ഇത്തരം പ്രതികരണങ്ങൾ ഇത്രത്തോളം വരാറില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകളിലൊക്കെയും പ്രതികരണം വന്നത് വിധിക്കെതിരായ നിലപാടും വിധിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രതികരണം വന്നത്. ഈ കൊട്ടേഷൻ സംഘം എന്ന് പറഞ്ഞാൽ അവർക്ക് ആരെങ്കിലും ഒരാൾ കൊട്ടേഷൻ കൊടുക്കാതെ, അത് ദിലീപാണല്ലെങ്കിൽ മറ്റൊരാൾ കൊട്ടേഷൻ കൊടുക്കാതെ എന്തായാലും ഇവർ സ്വയമേ ഒരു ദിവസം പൾസർ സുനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ ഒരു ബലാത്സംഗം നടത്തി അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കാമെന്നൊന്നും ചെയ്യില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്യണമെന്നതിന് പിന്നിൽ ഏതെങ്കിലും ഒരു സാമ്പത്തിക ശക്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവരെക്കാൾ പവർഫുൾ ആയ ഒരാളുണ്ടല്ലോ. അത് ആര് എന്നുള്ള ചോദ്യമില്ലേ? അല്ല, ഉണ്ടായിരിക്കാം. അത് കണ്ടുപിടിക്കേണ്ടത് പോലീസല്ലേ? അത് പോലീസ് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. ഈ ചാനലുകാരും ഇത്ര ശക്തിയായിട്ട് വാദിക്കും, ഞാൻ പേരുകൾ പറഞ്ഞിട്ട് വെറുതെ കുഴപ്പത്തിലാകുന്നില്ല, ശക്തിയായിട്ട് വാദിക്കുന്നവരും ഒക്കെയാണ് ആ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത്. ദിലീപിനെ പുറത്താക്കാൻ എന്തായാലും ചാനലുകാർക്കാർക്കും ദിലീപിനെതിരെയുള്ള കൊട്ടേഷൻ എടുക്കേണ്ട കേരളത്തിലെ ചാനലുകൾക്കൊന്നുമില്ല. എല്ലാവരും ഞാൻ പറഞ്ഞില്ല, എല്ലാമെന്നല്ല, ഒരു ചാനലിലും അങ്ങനെ കേരളത്തിലെ ദിലീപിനെതിരെ കൊട്ടേഷൻ എടുക്കേണ്ട ഗതികേടൊന്നും അങ്ങനെ ഗതികെട്ട ചാനലുകളൊന്നുമില്ല. ഞാൻ ന്യൂസ് 18 പറഞ്ഞത്. വേറെ ചില ചാനലുകള് ഈ കേസ് ഉണ്ടായപ്പോ ഞാൻ അതിലുണ്ടായിരുന്ന അവതാരകരുടെ പേര് വേണമെങ്കിൽ പറയാം. അതിനിപ്പോ ഒരു റൂമറുണ്ട്, അതായത് ദിലീപ് സാമ്പത്തിക സഹായം ചെയ്യാമെന്ന് പറഞ്ഞൊരു ചാനലില് ഒരു പ്രധാന വ്യക്തിക്ക് സാമ്പത്തിക സഹായം ചെയ്തില്ല. അതുകൊണ്ട് അവര് ആ അത് നേരെ പറയാമല്ലോ. എന്നോട് സാമ്പത്തിക സഹായം ചോദിച്ചോ, ചെയ്യാത്തതിന്റെ പേരിൽ എനിക്കെതിരെ വാർത്ത കൊടുക്കുന്നു പറഞ്ഞ് ഒരു കേസ് കൊടുക്കാമല്ലോ. അയാളുടെ കേസ് എങ്ങനെയെങ്കിലും ഒഴിവായി പോകാൻ വരണോ അതോ ഇതിനെതിരായിട്ട് പറയണോ? ഇനിയിപ്പോ അയാൾ വരിഞ്ഞ് പറയുമായിരിക്കും, തീർച്ചയായിട്ടും പറയും. കാരണം ഇതിൽ നിങ്ങൾക്കറിയാം, അയാൾ കൊടുത്ത കേസിൽ മൊഴിയെടുക്കാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അയാൾക്കൊരു മുൻകൂർ ജാമ്യം എടുക്കാനുള്ള അവസരം പോലും നിഷേധിച്ച് പോലീസ് നടത്തിയ നരനായാട്ടാണത്. ഇത് ശരിക്കും ഈ കേസ് ഓരോ പോയിന്റ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്നു. കാരണം ഈ കേസിന്റെ താങ്കൾ എങ്ങനെയാണ് കരുതുന്നത്? ഈ പെൺകുട്ടിയെ ആക്രമിക്കാൻ വേണ്ടി ഗുണ്ടകൾ സ്വയം തീരുമാനമെടുത്ത് പോയി ആക്രമിച്ചാണെന്നാണ്? തീരുമാനമെടുത്തല്ല, ഈ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ്. അത് ആരാണെന്ന് അന്വേഷിക്കണമെന്നേ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ സുഭാഷാണ്, കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്.